വെൽക്കം ടു QA ഫോക്കസ്. +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇലക്ട്രിക് ചാർജും അത് കാരണം വരുന്ന ഫീൽഡും, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം ഇലക്ട്രിക് ചാർജ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്കറിയാം. മെയിനായിട്ടും 2 ടൈപ്പ് ഇലക്ട്രിക് ചാർജസ് ആണുള്ളത് അല്ലേ. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. ഇനി ഈ പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ പ്രോട്ടോൺ ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ആണ്. ഇനി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇല്ലാത്ത ഒരു ടൈപ്പ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസും കൂടി ഉണ്ട്. അതാരാണ്? ന്യൂട്രോൺ അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ബേസിക് ആണ്. ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ പ്രത്യേകത എന്താ? ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ്ലെസ് ആണ്, ചാർജ് ഇല്ലാത്തതാണ്. ചാർജ്ലെസ് ആണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത് ഈ ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന്റെ ഫീൽഡും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് ഇലക്ട്രോൺസിന്റെ കാര്യങ്ങളാണ്. അപ്പം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളമാണ്. 1.6 × 10⁻⁻19 കൂളമാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആണ്. അപ്പം നെഗറ്റീവ് ചാർജസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻19 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്തായിരിക്കും? പ്രോട്ടോണിന്റെ സെയിം ചാർജ് തന്നെയാണ്, പക്ഷെ +1.6 × 10⁻⁻19 കൂളം ആയിരിക്കും. ന്യൂട്രോൺസിന് ചാർജ് ഒന്നുമില്ല. ഈ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളമാണ്. SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളമാണ്. നമ്മൾ സിമ്പല്, അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് C ആണ്. അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ, ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ 10th നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് I എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈമാണ്, Q/T ആണ്. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്നത് I × T എന്ന് എഴുതാമല്ലോ, കറണ്ട് × ടൈം എന്ന് എഴുതാമല്ലോ. കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് ആംബിയർ ആണ്, ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആണ്. അപ്പം ആംബിയർ സെക്കൻഡും ഇതിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് വരാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പാണ്, സിമ്പൽ C ആണ്. ക്ലിയർ ആയോ? ഇനി ചാർജിന്റെ ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, ഡയമെൻഷൻ ഓഫ് Q. Q എന്ന് പറയുന്നത് I × T ആന്ന് പറഞ്ഞു അല്ലേ. Q എന്ന് പറയുന്നത് I × T ആന്ന് പറഞ്ഞു. I എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ A. T എന്ന് പറയുന്നത് ടൈം. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് AT. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. There are 2 types of charges, positive charges and negative charges. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ പ്രോട്ടോൺസ് ആണ്, നെഗറ്റീവ് ചാർജ് വരുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇതുകൂടാതെ ഒരു ചാർജ്ലെസ് പാർട്ടിക്കിളും കൂടി ഉണ്ട്, അത് ന്യൂട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻19 കൂളമാണ്. പ്രോട്ടോണിന്റെ എന്ന് പറയുമ്പം സെയിം ചാർജ് തന്നെയാണ്, പ്ലസ് വരുമെന്ന് മാത്രം. ഇനി ഇതിന്റെ SI സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പാണ്. നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് I × T ആണ്, കറണ്ട് × ടൈം ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് A × T എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്?
ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് പ്രോപ്പർട്ടീസിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ചാർജസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ്. ചാർജസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. വി ക്യാൻ ആഡ് ഓർ സബ്ട്രാക്ട് ഓൾജിബ്രൈക്കലി. സാധാരണ നമ്മൾ ഓൾജിബ്രൈക്കകത്ത് നമ്മൾ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനും പറ്റും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. ആഡ് ഓർ സബ്ട്രാക്ട് ഓൾജിബ്രൈക്കലി. നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാർജർ ബോഡി എടുത്തു. ഒരു ചാർജർ ബോഡി എടുത്തപ്പോഴത്തേക്കും ചാർജുള്ളൊരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് കുറേ ചാർജസ് ഉണ്ട്. +2 കൂളം ചാർജ് ഉണ്ട്, -3 കൂളം ചാർജ് ഉണ്ട്, +5 കൂളം ചാർജ് ഉണ്ട്, -1 കൂളം ചാർജ് ഉണ്ട്. ഇതിനകത്ത് കുറേ ചാർജസ് ഉണ്ട്. ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ടോട്ടൽ ചാർജ് ഓഫ് ദ ബോഡി ഈസ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇതിനകത്ത് പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്യുക, നെഗറ്റീവ് ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയായിരുന്നു? +2 കൂളം ഉണ്ട്, +5 കൂളം ഉണ്ട് അല്ലേ? അപ്പം +2 ചാർജ് +5 ചാർജ് പ്ലസ് ഇവിടെ വന്നിരിക്കുന്നതോ -3 ചാർജ്, -3 +-1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2ഉം 5ഉം കൂടി 7 വരും. -3ഉം -1ഉം കൂടി 4 വരും. ദാറ്റ് ഈക്വൽ ടു 3 കൂളം എന്ന് കിട്ടും. അതായത് ഈ ബോഡിക്കകത്ത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന എല്ലാ ചാർജസും കൂടി അതിൻ്റെ ഓൾജിബ്രൈക് സം എടുക്കുക. പോസിറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക, നെഗറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക, പ്രോട്ടോണിൻ്റെ ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്യുക, ഇലക്ട്രോൺസിൻ്റെ ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇവിടെ നമുക്ക് പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും 2ഉം 5ഉം ആണ് ഉണ്ടായിരുന്നത്. ദെൻ ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും -3ഉം -1ഉം ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് +3 എന്നാണ് കിട്ടിയത്. ഈ പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അഡിറ്റീവ് പ്രോപ്പർട്ടി, ടോട്ടൽ ചാർജ് ഓഫ് body is the algebraic sum of individual charges in it. അതായത് ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് ഇസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ഇൻ ഇറ്റ്. അതിൻ്റെ അകത്തുള്ള ഓരോ ചാർജിൻ്റെയും സം എടുക്കുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കും. എങ്ങനത്തെ സമ്മാണ്?
ആൾജിബ്രൈക് സം തന്നെ എടുക്കണം. പ്ലസ് എല്ലാം കൂടി ആഡ് ചെയ്യണം, മൈനസ് എല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്യണം. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്, പഠിച്ചിട്ടോണേ. ദെൻ അതിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജസ് ആണ്. തേർഡ് പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ്, കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട്. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. സെയിം വേ ഇവിടെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതെപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ ചാർജ് ഓഫ് an isolated system is conserved. ഒരു സിസ്റ്റത്തിനകത്തെ ടോട്ടൽ ചാർജ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് ടോട്ടൽ ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഒരു ചാർജ് ഉള്ളൊരു ബോഡിയെ ചാർജ് ഇല്ലാത്തൊരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജസ് ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു ചാർജ്ഡ് ബോഡിയെ ഐസൊലേറ്റഡ്, ഒന്നുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും, സെയിം ആയിരിക്കും, മാറ്റമൊന്നും വരത്തില്ല. അതേസമയം ഇതിനെ നമുക്ക് വേറൊരു ബോഡിയായിട്ട് കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ആകാം, ചാർജസ് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഐസൊലേറ്റഡ് ആയിട്ട് വേറൊരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല, ചാർജസ് ഒന്നും ട്രാൻസ്ഫർ ആകത്തുമില്ല. അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന തേർഡ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി വരുന്ന ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഇതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡിക്കകത്ത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ചാർജസ് ഉണ്ടോ അതേ ഇൻറ്റു ഒരു ഇലക്ട്രോൺ ചാർജിന് ഈക്വൽ ആയിരിക്കും. Q ഈക്വൽ ടു NE. ബോഡി എടുത്തു, ഇതിനകത്ത് കുറേ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിനകത്ത് ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. ഇതിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ട്. 5 ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹. നമ്മൾ സാധാരണ സിമ്പിൾ മാത്തമാറ്റിക്സ്, ഒരു ബുക്കിൻ്റെ വില 40 രൂപയാണെങ്കിൽ 10 ബുക്കിൻ്റെ വില ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 40 ഇൻറ്റു 10. സെയിം മാത്തമാറ്റിക്സ് തന്നെ. അപ്പോൾ ഇവിടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ ചാർജ് അല്ലെങ്കിൽ ബേസിക് ചാർജ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നതാണ് ബേസിക് ചാർജ്. അപ്പം ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ ബോഡി is the integral multiple of basic electric charge. അല്ലെങ്കിൽ എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ.
multiple of charge of an electron. Q equal to Ne. ഇതിനകത്ത് n എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആയിരിക്കും. അപ്പം ഇതിനകത്ത് മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇലക്ട്രോൺ ഒരു ഹാഫ് ഇലക്ട്രോൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 0.25 ഇലക്ട്രോൺ ആയിട്ടോ 0.3 ഇലക്ട്രോൺ ആയിട്ടോ ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആയിട്ട് ഒരിക്കലും ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു ഇലക്ട്രോൺ കാണാം, 2 ഇലക്ട്രോൺ കാണാം, 3 കാണാം. പക്ഷെ ഒരിക്കലും 2.1 ഇലക്ട്രോണോ 2.5 ഇലക്ട്രോണോ 2.6ഓ അല്ലെങ്കിൽ 1.8ഓ അങ്ങനെ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ശരിക്കും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന് കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്, ദെൻ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആണ്, പിന്നെ ഒരെണ്ണം വരുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്, condensation of electric charge and additivity of electric charges. Additivity of electric charges. ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു Q എന്ന് പറയുന്നത് N×E ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് കാണാം? How many electrons are in 1 coulomb charge? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. How many electrons are in 1 coulomb charge? ഒരു കൂളം ചാർജിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണാറുണ്ട്? ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് വെച്ചിട്ടാണ്. ബൈ കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വി നോ Q ഈക്വൽ ടു Ne. Q എന്ന് പറയുന്നത് Ne ആണ്. Q is equal to Ne. If so, N is equal to Q by E. നമുക്കറിയേണ്ടത് 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. 1 കൂളം ബൈ E is 1.6 into 10 raised to minus 19 ആണ്. That equal to 6 into 10 raised to 18 ഇലക്ട്രോൺസ് ആണ്. 6 into 10 raised to 18 ഇലക്ട്രോൺസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ്. പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് ട്രാൻസ്ഫറബിൾ. ചാർജസ് ആർ ട്രാൻസ്ഫറബിൾ. ചാർജിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് നമുക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ചാർജ് ഉള്ള ഒരു ബോഡി ചാർജ് ഇല്ലാത്തൊരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് വരുവാണെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് വേറൊന്നിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ചാർജിനെ നമുക്ക് ഒരു ബോഡിയിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ്, ഇഫ് എ ചാർജ്ഡ് ബോഡി ഈസ് kept in contact with uncharged body, the uncharged body get charged by transfer of charges. ചാർജ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അൺചാർജ്ഡ് ബോഡി എന്ത് ചെയ്യും? ചാർജ് കിട്ടും. ഇഫ് എ ചാർജ്ഡ് ബോഡി ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് അൺചാർജ്ഡ് ബോഡി, it will get charged by transfer of charges. ഒരു അൺചാർജ്ഡ് ബോഡി ചാർജ്ഡ് ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വെക്കുകയാണെങ്കിൽ അൺചാർജ്ഡ് ബോഡിക്ക് ചാർജ് കിട്ടും. എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഓഫ് ചാർജസ്. ചാർജ് ട്രാൻസ്ഫർ ചെയ്തിട്ട്.
ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. NCERT ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് സാധാരണ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. A polythene piece rubbed with wool is found to have a negative charge a negative charge 3 into 10 raised to minus 7 coulomb. Estimate the number of electrons transferred. Question okay? A polythene piece rubbed with wool is found to have a negative charge of 3 into 10 raised to minus 7 coulomb. Estimate the number of electrons transferred. രണ്ട് ബോഡീസും തമ്മിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റേതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാം. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. രണ്ട് ബോഡീസ് റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ ആണ് അല്ലേ. അപ്പം ഇവിടെ വരുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിന് നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ ചാർജ്. ഫ്രിക്ഷൻ കാരണം കിട്ടുന്ന ചാർജ്, റബ്ബ് ചെയ്യുമ്പം വരുന്ന ചാർജ്. രണ്ട് ബോഡീസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നാൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റേതിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ രണ്ട് ബോഡീസ് തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുവാണെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് വേറൊന്നിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് പറയുന്നതാണ് ഫ്രിക്ഷണൽ ചാർജ്. നമ്മളിവിടെ രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുന്നു, എയും ബിയും കൂടി റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തപ്പോഴത്തേക്കും എയിൽ നിന്നും ബിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി. എയിൽ നിന്നും ബിയിലോട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് നഷ്ടമായപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇതിലേക്കാണോ ഇലക്ട്രോൺസ് വന്നത് അതിന് നെഗറ്റീവ് ചാർജും കിട്ടും. അതിനിവിടെ നെഗറ്റീവ് ചാർജും കിട്ടും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പോളിത്തീനും വൂളും കൂടി റബ്ബ് ചെയ്തു എന്നാണ്. പോളിത്തീനും വൂളും കൂടി റബ്ബ് ചെയ്തപ്പം പോളിത്തീന് 3 into 10 raised to minus 7 കൂളം ചാർജ് കിട്ടിയെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോളിത്തീന് 3 into 10 raised to minus 7 നെഗറ്റീവ് ചാർജ് കിട്ടിയത്. ഇവിടെ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എത്ര നമ്പർ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏത് തന്നെയാണ്? Q equal to NE തന്നെയാണ്. അപ്പം N എന്ന് പറയുന്നത് Q by E ആണ്. ഇവിടെ Q എത്രയായിരുന്നു? 3 into 10 raised to minus 7 ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജോ 1.6 into 10 raised to minus 19 ആണ്. 1.6 into 10 raised to minus 19 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into 10 raised to 12 ഇലക്ട്രോൺസ് എന്നാണ്. 2 into 10 raised to 12 ഇലക്ട്രോൺസ്. അപ്പം ബേസിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്ന 3 ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അഡിറ്റിവിറ്റി ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത് 3മാണ് മെയിനായിട്ട് വരുന്ന ബേസിക് പ്രോപ്പർട്ടി. പ്ലസ് അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം
സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആൾജിബ്ര മെത്തേഡിൽ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റും. അതുപോലെ തന്നെ ചാർജ് ഒരു ബോഡിയിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏതിനാണോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകുന്നത്, എങ്ങോട്ടേക്കാണോ അതിന് നെഗറ്റീവ് ചാർജും, ആർക്കാണോ ഇലക്ട്രോൺ ലോസ് ആകുന്നത് അത് പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഇത് ബേസ് ചെയ്ത് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം കൂടുതൽ ക്ലാസ്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതും. ക്ലാസ്സുകൾ കാണാനും വിട്ടുപോരുതേ. എക്സാമിനെ ബേസ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, താങ്ക് യു.